എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിലെ എല്ലാവർക്കും ഒരു ലോഡ് കണക്കിന് സ്വപ്നങ്ങളുണ്ട്. എനിക്ക് അവിടെ പോകണം, ഇവിടെ പോകണം, ഇന്ന സാധനം വാങ്ങിക്കണം, ഇന്നതാവണം, അങ്ങനെ കുറെ ആഗ്രഹങ്ങളുണ്ട്. ഞാൻ സീരിയസ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കാം. സിൻസിയർ ആയിട്ട് മാത്രം നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങൾക്കുള്ള ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടിയിട്ട് ദിവസം അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ് എങ്കിലും അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പഠിക്കുന്ന ആൾക്കാർ ആരൊക്കെയുണ്ട്? ഇപ്പൊ നമ്മൾ കുറെ ഇങ്ങനെയൊക്കെ കളിയാക്കും. അവൾക്ക് ലോകം പിടിച്ചെടുക്കാനാണ് ആഗ്രഹം, പക്ഷെ വല്ലോ ചെയ്യൂന്ന് വെച്ചാൽ ഇല്ല, വായിട്ടലക്കൽ മാത്രമേ ഉള്ളൂ എന്നെ ആൾക്കാർ പറഞ്ഞ് കളിയാക്കാറുണ്ട്. ആൾക്കാർ നല്ല പേഴ്സണൽ അറിയുന്നവർ നമ്മളെ ചുമ്മാ ഇങ്ങനെ കളിയാക്കൂലേ? അപ്പോ നിങ്ങൾ എങ്ങനെയാണ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. നമ്മൾ അങ്ങനെ ഇരുന്ന കാര്യമില്ലല്ലോ. ലോകം കീഴടക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ റൂമിന്റെ സോഫയിൽ മാത്രമേ നമ്മൾ ഇങ്ങനെ ചൊറി കുത്തി ഒന്നും ചെയ്യാതിരുന്ന കാര്യമില്ലല്ലോ. നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താലല്ലേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പയ്യെ നമുക്ക് അതൊക്കെ കീഴടക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ജാപ്പനീസുകാരുടെ ടിപ്സ് തന്നെയാണ്. സാമുറായി സീക്രട്സ് ആണ്. ഈ സാമുറായി എന്ന് പറഞ്ഞാൽ അവിടെ രാജ്യം കാക്കാൻ വേണ്ടി നിൽക്കുന്ന നമ്മളുടെ സോൾജേഴ്സ് ആണ് കേട്ടോ ഈ സാമുറായി. അപ്പൊ അവരുടെ ലക്ഷ്യങ്ങളും അവർക്ക് ഒരു ഇതുണ്ടായിരിക്കുമല്ലോ, അതൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ ലൈഫിൽ ചെയ്തുകൊണ്ട് പോകുന്ന അഞ്ച് സീക്രട്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന. മലമറിക്കുന്ന ഒരു സംഗതികളുമില്ല. സിൻസിയർ ആയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ നമുക്ക് തുടങ്ങാം. നിങ്ങൾക്ക് ഈ ഒരു സാധനം എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണം, എവിടെയെങ്കിലും പോകണം, എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങളുണ്ട്, അത് നിങ്ങൾ വേറൊരാളോട് പറഞ്ഞു എന്ന് വിചാരിക്കാം. അങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കാറുണ്ടോ? എനിക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ആരോടെങ്കിലും നടക്കണേക്കാട്ടിലും മുന്നേ അത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് പിന്നെ അത് കിട്ടാറില്ല. നിങ്ങൾക്ക് കുറെ പേർക്ക് ചിലപ്പോൾ അങ്ങനെ കാണുമായിരിക്കും. ഞാൻ അങ്ങനെ കുറെ റീൽസ് ഒക്കെ കാണാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ പരിപാടി വെച്ച് കിട്ടി അവസാനിപ്പിച്ചു. അതുകൊണ്ട് എന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും ഞാൻ ആരോടും ഷെയർ ചെയ്യാറില്ല. നമ്മുടെ സാമുറായികൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അവർക്ക് എന്തായാലും അത് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. കാരണം അവിടെ ഓപ്പോസിറ്റിലുള്ള ഒരാൾക്ക് ഇവരുടെ നീക്കങ്ങൾ മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഉള്ളിലുള്ള ലക്ഷ്യം അവർക്ക് ഒരിക്കലും സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അവരുടെ പ്ലാനുകളും നെക്സ്റ്റ് മൂവ് എന്താന്നുള്ളത് അവർ ആരുമായിട്ട് ഷെയർ ചെയ്യാറില്ല. അവരുടെ ഉള്ളിൽ തന്നെ ഇരിക്കത്തുള്ളൂ. സോ ഇതിന്റെ സൈക്കോളജിക്കൽ പരമായിട്ട് പറഞ്ഞതെന്ന് വെച്ചാലുണ്ടല്ലോ, നമുക്കുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ടെന്നാ പറയണേ. ഓക്കെ, അതൊക്കെ നടന്നപ്പോൾ നമുക്കൊരു സന്തോഷം, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലേ? ആ ഒരു മെസ്സേജാണ് നമ്മുടെ മനസ്സിലോട്ടേക്ക് കൊടുക്കാന്ന് പറയണേ. അങ്ങനെ ഓൾറെഡി ഒരു നടന്നു കഴിഞ്ഞ് അല്ലെങ്കിൽ ഓൾറെഡി കിട്ടിയ സാധനത്തിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ വർക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല. ഇതിന്റെ സൈക്കോളജിക്കൽ പരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ എത്രത്തോളം വാലിഡ് ആണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് അത് നടക്കാറില്ല. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വപ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ സൈലന്റ് ആയിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക, ആരോടും പറയാതിരിക്കുക. അതിന്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് പബ്ലിഷ് ചെയ്യാമല്ലോ, അപ്പൊ എല്ലാവരും അറിയും. സെക്കൻഡ് വൺ പറയുന്നതുണ്ടല്ലോ, ഷ്രിങ്ക് ദ കമ്മിറ്റ്മെന്റ്. അതായത് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുടെ എണ്ണം നമ്മൾ അങ്ങോട്ട് ചുരുക്കുക. ഇപ്പൊ നമ്മൾക്കിപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാമെന്ന് വിചാരിച്ചു. ഇപ്പൊ നമ്മൾക്ക് എന്താ പറയാ, ഒരു തയ്യൽ, ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമുള്ള ഒരാളാണെന്ന് വിചാരിക്കാം. അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് തയ്യൽ പഠിക്കണമല്ലോ. അപ്പൊ ചിലപ്പോൾ ഇന്നിപ്പം നമുക്ക് യൂട്യൂബിലും സോഷ്യൽ മീഡിയസിലും എല്ലാത്തിലും ഇതിന്റെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വെളിയിൽ പോയിട്ട് ചിലപ്പോൾ പഠിക്കേണ്ടി വരില്ല. അപ്പൊ നമ്മൾ ഇന്നൊരു ദിവസം മുതൽ നമ്മൾ തീരുമാനിച്ചു നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്, അപ്പൊ നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ദിവസം ഇരുന്നുകൊണ്ട് ഓക്കെ 1 മണിക്കൂർ 2 മണിക്കൂർ ഞാൻ ഇന്നിരുന്ന് സ്റ്റിച്ചിങ്ങിന്റെ സംഭവങ്ങൾ പഠിക്കും എന്ന് തീരുമാനിച്ച് നമ്മൾ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ സത്യമായിട്ടും അത് നടക്കാൻ പോകുന്നില്ലേ? അപ്പൊ എപ്പോഴും പക്ഷെ അത് നമ്മളൊരു 10 മിനിറ്റ് ആവും. നമ്മൾ ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ മനസ്സിനെ നമ്മൾ ഓൾറെഡി അറിയണ കാര്യമാണ് 10 മിനിറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സമയപരിധിയാണെന്നുള്ളത്. അപ്പൊ നമ്മളിപ്പോ ഓക്കെ 10 മിനിറ്റ് ഞാൻ ഇന്ന് ആ ഒരു സംഭവം പഠിക്കും. ഞാനൊരു എക്സാമ്പിൾ തയ്യൽ പറഞ്ഞതാണ്ടോ. നമ്മൾക്ക് എന്താണോ നമ്മുടെ ആഗ്രഹം അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യില്ല, ആ ഒരു സംഭവമാണ്. ഇത് വീട്ടിലെ ജോലി ചെയ്യുന്നതാണെങ്കിൽ പോലും ഇത് റിലേറ്റബിൾ ആണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ വരുന്ന സമയത്ത് നമ്മൾ പറയാം ഓക്കെ ഇന്ന് ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ആണ് ഞാൻ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത്. ആ 10 മിനിറ്റിനോട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ ഭയങ്കര ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ നമുക്ക് ഒരു എനർജി കിട്ടും. ആ 10 മിനിറ്റ് തുടങ്ങിയ സംഗതി ചിലപ്പോൾ നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂർ വരെ ഇരുന്നിട്ട് നമ്മൾ അതിനെ വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യും. അപ്പൊ എപ്പോഴും നമ്മൾക്ക് ചെയ്യാനുള്ള സംഗതികൾ നമ്മൾ നീണ്ട ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാതെ
വളരെ ചെറിയ സംഗതികൾ കൊടുക്കുക. അതിലോട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പയ്യെ 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 അത് നമ്മൾ അറിയാതെ തന്നെ നമ്മളിങ്ങനെ കൂട്ടി 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 വരും. ഈ 10 മിനിറ്റ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്ന് പറയുന്നവരോട് സീരിയസ്ലി എനിക്ക് ഒന്നും പറയാനില്ല. കാരണം ഒരു 10 മിനിറ്റ് പോലും ഇനീഷ്യേറ്റീവ് എടുത്ത് നമ്മളുടെ മനസ്സിനെ പഠിപ്പിച്ച് നമ്മൾക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും ഒരു കാലത്ത് നടക്കാൻ പറ്റില്ല. ആരും നമുക്ക് ഇതൊന്നും ചുമ്മാ കൊണ്ടുവന്ന് തരില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താലാണ് ഈ പറഞ്ഞ സംഗതികളൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ. മൂന്നാമത്തെ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വികാരങ്ങളിലെ ഫീലിങ്സ്, അതിന് മുന്നിൽ ഡിസിപ്ലിൻ, അച്ചടക്ക കൊണ്ടുവരിക. അതായത് പലപ്പോഴും നമ്മൾ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് പോവാറുണ്ട്. അതായത് ഇപ്പൊ ഒരു ദിവസം രാവിലെ നമ്മൾ എഴുന്നേറ്റു, ഇന്ന് എനിക്കൊരു വീഡിയോ ഇടേണ്ട ദിവസമാണെന്നങ്ങ് വിചാരിക്കാം. അപ്പോൾ വീഡിയോയുടെ എന്താ പറയാ വിഷ്വൽസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, വോയിസ് ഓവർ ഞാൻ കൊടുത്തിട്ടില്ല. അപ്പൊ ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോ എനിക്ക് മൂഡില്ല, മടി വന്നു. അതെന്തെങ്കിലും ആയിക്കോട്ടെ, മൂഡില്ല. ചിലപ്പോ നമുക്ക് കുറെ ആൾക്കാർക്ക് ഉണ്ടല്ലോ, മഴ പെയ്യുമ്പോ ഒന്ന് മഴയാ, ഇന്ന് എനിക്ക് വയ്യ. ചിലപ്പോ ചൂട്, ഇന്ന് ചൂടാ, എനിക്ക് വയ്യ, അങ്ങനെ പറഞ്ഞിരിക്കുന്ന ടീംസ് ഉണ്ടല്ലോ. ഞാൻ അങ്ങനെ ആയി കഴിഞ്ഞ് എനിക്കിത് വീഡിയോ ഇടാൻ പറ്റില്ല. ഒരു ദിവസം വീഡിയോ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് കിട്ടില്ല. അങ്ങനെ അങ്ങനെ പല പല സംഭവങ്ങൾ വരും. അപ്പോൾ നമ്മൾ ഒരിക്കലും വികാരങ്ങൾ മുൻപന്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സമ്മതിക്കരുത്. നമ്മൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് ഇന്നതാവണം, ഇവിടെ എത്തിച്ചേരണം എന്ന് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും ഞാനത് ചെയ്തിരിക്കും എന്ന് പറഞ്ഞു. എന്റെ ഏട്ടന്റെ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന മാനേജർ ഉണ്ട്. പുള്ളിക്കാരൻ നമ്മുടെ നാട്ടുകാരനൊന്നുമല്ല, ആള് ഭയങ്കര ഫ്രീക്കാണ് കേട്ടോ. പുള്ളിക്കാരൻ ജിം ഫ്രീക്കാണ്. എന്തൊക്കെ സംഭവിച്ചാലും പുള്ളിക്കാരന്റെ ലൈഫിൽ നിന്ന് മാറ്റാത്തൊരു സംഗതിയുണ്ട്. ഒന്നില്ലെങ്കിൽ ഇപ്പം രാവിലെ 1 മണിക്കൂർ, അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിന് ശേഷം 1 മണിക്കൂർ. അത് ആളുടെ ഒരു ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഈ ലോകം തന്നെ തലകീഴായി മറിഞ്ഞാലും അയാളുടെ അത് ചെയ്യാതിരിക്കത്തില്ല. എങ്ങനെയെങ്കിലും ഒക്കെ വഴി കണ്ടുപിടിച്ച് പുള്ളിക്കാരൻ അത് ചെയ്തിരിക്കും. നമ്മളൊക്കെ ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട്, ദൈവം ഇങ്ങനെയൊക്കെ ഒരു ക്ഷീണവും ഒരു സംഭവം ഇല്ലേ, ഇത്രയൊക്കെ ചെയ്തിട്ട് ആ തിരക്കിന്റെ ഇടയിൽ 1 മണിക്കൂർ കണ്ടെത്തി ആള് ജിമ്മിൽ പോകും. അത് ആളുടെ വിൽ പവറാണ്. ആള് തീരുമാനിച്ചിട്ടുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും ഞാനിത് ചെയ്തിരിക്കും. എന്റെ ഫീലിങ്സ് അല്ലെങ്കിൽ എന്റെ മടി ആ ഒരു സംഭവത്തിന് മുകളിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നുള്ളത്. അപ്പൊ നമ്മൾ ഒരിടത്ത് എത്തണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മടി പിടിച്ചിരുന്നു, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് മൂടില്ല എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാല് അതിന്റെ കാലാവധി ഇങ്ങനെ നീണ്ടു 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 പോകത്തേയുള്ളൂ. സോ എപ്പോഴും എന്ത് വന്നാലും അതിനുവേണ്ടി ഞാൻ എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് എങ്കിലും വർക്ക് ചെയ്തിരിക്കുമെന്ന് പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിക്കാം. നമ്മുടെ ഈ സാമുറായി, അവർക്ക് വെയിലായാലും മഴയായാലും തണുപ്പായാലും അവർക്ക് അവരുടെ രാജ്യം കാക്കാൻ വേണ്ടിയിട്ട് ചെയ്തല്ലേ പറ്റുള്ളൂ. ആ ഒരു സംഭവം അവർ ശീലമാക്കി ഡിസിപ്ലിൻ കൊണ്ടുവന്ന് അവർക്ക് ഇപ്പൊ എന്ത് അസുഖമാണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ആ ജോലി ചെയ്യണം, അല്ലേ? നാലാമത്തെ പറയുന്നത് ഈറ്റ് ദ ഫ്രോഗ്. തവളേനെ പിടിച്ച് തിന്നാനൊന്നുമല്ല. എന്റെ കുരുട്ടുബുദ്ധിയിൽ എനിക്ക് ആദ്യം അങ്ങനെയാണ് തോന്നിയത്. ഇതെന്താ വെച്ചാലുണ്ടല്ലോ, ഇവര് ഫോളോ ചെയ്യുന്ന ഒരു സംഗതി, ഇവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് കുറച്ച് ആൾക്കാരുണ്ടായിരിക്കുമല്ലോ, അതില് ഏറ്റവും ശക്തനായിട്ടുള്ള ഒരാളെ ആയിരിക്കും ഇവർ ഫസ്റ്റ് തോപ്പിക്കുക. അതങ്ങനെയല്ലേ. ഇപ്പം ഞാനൊക്കെ എക്സാമിന് എഴുതുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ മിസ് പറഞ്ഞു തന്നിട്ടുള്ള ട്രിക്കാണ്, നമുക്ക് ഫസ്റ്റ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, 1 വേർഡ്, പിന്നെ ഒരു ചെറിയ പാരഗ്രാഫ്, എസ്സേ, അങ്ങനെയായിരിക്കും നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് വരണ്ടായിരിക്കാം. അപ്പൊ എപ്പോഴും നമ്മുടെ മിസ് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു സംഭവമാണ്, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എസ്സേന്ന് സ്റ്റാർട്ട് ചെയ്യുക. 2 എസ്സേ ഉണ്ടായിരിക്കും. ആ 2 എസ്സേക്കായിരിക്കും നമുക്ക് കൂടുതൽ ചിന്തിക്കേണ്ടി വരിക, അതേപോലെ തന്നെ കൂടുതൽ സമയം നമ്മൾക്ക് ചെലവഴിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ആ 2 എസ്സേ നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് തന്നെ ഫിനിഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട്, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ബാക്ക് ചെയ്ത് സ്റ്റാർട്ട് ആക്കാൻ പറയും. ഞാൻ അങ്ങനെയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് സമയത്ത് നമ്മുടെ എക്സാമൊക്കെ ഒരു ഹറിബറി ഇല്ലാണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ വീട്ടുജോലി ആണെന്നുണ്ടെങ്കിലും, നമ്മൾക്ക് ഒരു പെർട്ടിക്കുലർ എയിം ഉള്ളതാണെന്നുണ്ടെങ്കിലും, അതിന് എന്തായിരിക്കും കൂടുതലായിട്ട് നമുക്ക് ടഫ് വരുന്ന സംഗതി, അത് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ഫിനിഷ് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. തുടക്കത്തിൽ തന്നെ നമുക്ക് ഹാർഡായിട്ട് കൂടുതൽ സമയം വേണ്ട, കൂടുതൽ എഫേർട്ട് വേണ്ട ഒരു ജോലി നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പോകെയുള്ള സിമ്പിൾ ആയിട്ടുള്ളത് നമ്മൾക്ക് വളരെ ഒരു പൂ പറിക്കുന്ന ആഗ്രഹത്തോടെ ബാക്കിയുള്ള സംഭവങ്ങൾ നമുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. 5th വൺ പറയുന്നത്, നമ്മൾ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഒരു ഏരിയ, ആ ഏരിയയും നമ്മുടെ മനസ്സും വൃത്തിയായി സൂക്ഷിക്കുക. ഇവരുടെ ഏരിയ, ഇവർ യൂസ് ചെയ്യുന്ന ഇവരുടെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതും ഡ്രസ്സുകളും ഇവരെപ്പോഴും വൃത്തിയായിട്ടാ സൂക്ഷിക്കാം. അവരുടെ ഒരു വിശ്വാസപ്രകാരം വൃത്തിഹീനമായിട്ടുള്ള ഒരു സ്പേസിലാണ് നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മനസ്സിന് ഒരിക്കലും എന്താ പറയാ, ഒരു സന്തോഷം കിട്ടില്ല, സമാധാനം കിട്ടില്ല, നമുക്കൊരു മൂഡ് ഉണ്ടായിരിക്കില്ല. അത് കറക്റ്റ് ആണ്. അപ്പൊ എപ്പോഴും നമ്മൾക്ക് എവിടെയാണോ നമ്മുടെ വർക്ക് സ്പേസ് എന്ന് പറയുന്നത്, ഇപ്പൊ ആ ഒരു സംഭവം, ഇപ്പൊ നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാനൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇരുന്നിട്ട് ആ ഒരു ടേബിളിലാണ്. അപ്പൊ ആ ടേബിളിൽ സത്യം പറഞ്ഞാൽ ഞാൻ ആ ഇങ്ങനെ കണ്ടന്റ് ഒക്കെ ആലോചിക്കുന്ന സമയത്ത്
അതിന് യൂസ് ചെയ്യുന്ന എന്റെ പേപ്പറുകളും സംഭവങ്ങളും മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഈ വലിച്ചു വാരി കുറെ സാധനങ്ങൾ അവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഡിസ്ട്രാക്ട് ആയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതേപോലെ നമ്മുടെ മനസ്സും ശരീരവും അതുപോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയയും നമ്മൾ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് എപ്പോഴും ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും, ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ഈ മടി എന്ന് പറയുന്ന സംഗതി അവിടെ വരത്തില്ല. അപ്പോൾ ഈ പറയണ പോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ചുമ്മാ ഇരുന്നിട്ട് എനിക്ക് അതാവണം ഇതാവണം എന്ന് പറയാതെ അതിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുക. നമുക്കിപ്പോ ഇന്ന് നമ്മൾ തുടങ്ങി, ചിലപ്പോൾ 1 വർഷം കൊണ്ടൊന്നും നമുക്കൊന്നും ആവാൻ പറ്റില്ല. എന്റെ യൂട്യൂബ് ചാനലിലൊക്കെ മോണിറ്റൈസ്ഡ് ആയത് 1 വർഷവും 3 മാസത്തെ ആയിട്ട് പരിശ്രമത്തിന്റെ ഒടുവിലാണ്. അതിങ്ങനെ സ്ലോ ആണ് ബട്ട് സ്റ്റഡി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഈ പറയണ പോലെ മടിയൊക്കെ മാറ്റി വെച്ച് ഒരു ദിവസത്തിൽ കുറച്ച് നേരമെങ്കിലും അതിനെപ്പറ്റി പഠിക്കാനും അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനും നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നമുക്ക് കിട്ടും. ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ ചെയ്യുന്നതൊന്നും വെറുതെ ആവില്ല. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഫോളോ ചെയ്ത് അടിപൊളിയായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.